Hi all, myself Kirtana Santosh. In this session, I am going to discuss about capitalism, which is an important topic for CATET exams. ഇപ്പോൾ കേറ്റഡ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റലിസം അഥവാ മുതലാളിത്തമാണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. Capitalism, as you all know, is an economic system and a mode of production in which trade, industries and the means of production are largely or entirely owned by private individuals and operated for profit. ഇപ്പോൾ ക്യാപിറ്റലിസം അഥവാ മുതലാളിത്തം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു എക്കണോമിക് സിസ്റ്റമാണ്, ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. ഇവിടെ മോഡ് ഓഫ് പ്രൊഡക്ഷൻസ് എല്ലാം തന്നെ ഉൽപ്പാദന രീതികളും അതുപോലെ തന്നെ കച്ചവടമായാലും ഇൻഡസ്ട്രീസ് ആയാലും അത് എല്ലാം പ്രൈവറ്റ് ഓണർഷിപ്പിലായിരിക്കുകയും ചെയ്യും. മോട്ടോ എന്ന് പറയുന്നത് പ്രോഫിറ്റ്, ലാഭം മാത്രമാണ്. വെൽഫെയർ എന്നൊരു ആറ്റിറ്റ്യൂഡ് അവർക്ക് കാണില്ല. The phrase or the term capitalism was first used by the novelist William Makepeace Thackeray in 1854 in his novel The Newcomes. The Newcomes എന്നുള്ള നോവലിലാണ് ആദ്യമായിട്ട് ക്യാപിറ്റലിസം എന്നുള്ളൊരു വാക്ക് 1854 നോവലിസ്റ്റ് ആയിട്ടുള്ള വില്യം മേക്പീസ് താക്കറെ യൂസ് ചെയ്യുന്നത്. He described capitalism as having ownership of capital and not as a system of production. So, when the term capitalism was first used, it was described as having ownership of capital. ആ ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫണ്ടിങ്ങിൻ്റെ ഒരു ഓണർഷിപ്പാണ്, അല്ലാതെ ഒരു സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ മുതലാളിത്തത്തെ കാണുന്നത് ഒരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു എക്കണോമിക് സിസ്റ്റം ആയിട്ടാണ്. എന്നാൽ ആദ്യമായിട്ട് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു ടേം യൂസ് ചെയ്തിരുന്ന സമയത്ത് ഇറ്റ് വാസ് ഹാവിങ് ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ ഓൺ ചെയ്യുന്ന വ്യക്തി എന്നൊരു അർത്ഥം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. Now, the capitalism is an economic system based on three things. പ്രധാനമായിട്ടും 3 കാര്യങ്ങളെയാണ് ഇത് ബേസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് ദ വേജ് ലേബർ, ശമ്പളത്തിന് ജോലി ചെയ്യുന്ന വേജ് ലേബർ. പ്രൈവറ്റ് ഓണർഷിപ്പ്. ദെൻ പ്രൊഡക്ഷൻ ഫോർ എക്സ്ചേഞ്ച് ആൻഡ് പ്രോഫിറ്റ്. പ്രൊഡക്ഷൻ മെയിൻലി ഫോർ പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എന്തെങ്കിലും കൈമാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പ്രൊഡക്ഷൻ. സോ മൊത്തത്തിലൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ള വേജ് ലേബറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ മെത്തേഡ്, ഒരു ഇക്കണോമിക് സിസ്റ്റമാണ് ക്യാപിറ്റലിസം എന്നത്. Then the objective of the capitalist is to pay as less wages as possible and to make as much work as possible out of the labor. അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുതലാളി മാക്സിമം ലേബർ, തൊഴിലാളിയിൽ നിന്ന് മാക്സിമം ആയിട്ടുള്ള തൊഴിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയും തന്നാൽ കഴിയും വിധം കുറച്ച് സാലറി കൊടുക്കുകയുമാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് ഹാസ് ബിക്കം വെരി ഇമ്പോർട്ടൻറ്റ്. കടം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ദെൻ ടേം ലൈസേഴ്സ് ഫെയർ കോമ്പറ്റീഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. ലൈസേഴ്സ് ഫെയർ. There is no governmental control over the forces of production, distribution and exchange. ഒരു ലൈസൻസ് ഫെയർ കോമ്പറ്റീഷൻ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഓപ്പൺഡ് ആയിട്ടുള്ളൊരു ഫ്രീ കോമ്പറ്റീഷനാണ്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് ഇൻ മാർക്കറ്റ്. ഗവൺമെൻറ് യാതൊരു തരത്തിലും ഒന്നിനെയും കൺട്രോൾ ചെയ്യാറില്ല. മാർക്കറ്റ് തന്നെയാണ് പ്രൈസിനെ ആയാലും അതുപോലെ തന്നെ ഡിമാൻഡിനെ ആയാലും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റ് തന്നെയാണ്. Then the most important part, the features of capitalism. So there are a lot of features for capitalism. മുതലാളിത്തത്തിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. The first one, as we have already discussed, is the private property. ആദ്യത്തത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. That is, the property won't be owned by the government. ഗവൺമെൻറ് ഓൺ ചെയ്യുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഒരു കളക്റ്റീവ് ഓണർഷിപ്പും കാണില്ല. പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത്.
സെക്കൻഡ് വൺ ഇസ് എ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. വലിയ തോതിലുള്ള പ്രൊഡക്ഷൻ, ഉൽപ്പാദനം. ആക്ച്വലി ഇറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം നമ്മൾ എല്ലാ മേഖലയിലും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ കാണുന്നുണ്ട്. സോ അത് തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഫീച്ചറാണ്. ദെൻ ദ കീ മോട്ടീവ് ഇസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഓറിയൻറ്റഡ്, ലാഭത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ. ദെൻ എക്സ്ട്രീം കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ ക്യാപിറ്റലിസ്റ്റ്. മുതലാളിമാർക്കിടയിൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. സോ നോർമലി ഈ ഒരു എക്സ്ട്രീം കോമ്പറ്റീഷൻ കാരണം ഡിമാൻഡ് ആർട്ടിഫിഷ്യലി ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും എല്ലാം ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇസ് പ്രൈസ് മെക്കാനിസം. ആസ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു, the prices are not determined by the government. The market itself determines the price. മാർക്കറ്റ് തന്നെയാണ് പ്രൈസ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ ദ ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ്. എവ്രി ഇൻഡിവിജ്വൽ ഹാസ് എ ഫ്രീഡം. ഒരു റെഡ് ടേപ്പിസോ, അതുപോലെ തന്നെ റെഡ് ടേപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങാൻ വേണ്ടി ഒരുപാട് പുറകെ നടക്കേണ്ട ആ രീതിയിലുള്ള യാതൊരു ഇഷ്യൂസും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഒരു പുതിയ എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ദ കൺസ്യൂമർ സോവറിറ്റി. ദർ ഇസ് എ കൺസ്യൂമർ ഈസ് ഫ്രീ ടു ചൂസ് ഹിസ് ഫേവറേറ്റ് പ്രോഡക്റ്റ്. എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും കൺസ്യൂമറിൻ്റെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാൻ പറ്റും. അത് ഗവൺമെൻറ് കൊടുക്കുന്നത് തന്നെ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. നെക്സ്റ്റ് ഇസ് ഫ്രീ ട്രേഡ്. ഇപ്പോൾ പുറത്തോട്ടായാലും ഇൻ്റർനാഷണൽ ട്രേഡ് ആയാലും വളരെ ലോ താരിഫ് റേറ്റും കുറഞ്ഞ നികുതിയാണ് കൊടുക്കേണ്ടി വരുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ക്യാപിറ്റലിസം. ദർ ആർ എ ലോട്ട് ഓഫ് ടൈപ്സ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ വകഭേദങ്ങൾ ഒരുപാടാണ്. ബട്ട് വി ആർ ഡിസ്കസിങ് ഓൺലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ഈസ് റെസ്പോൺസിബിൾ ക്യാപിറ്റലിസം. It is essentially a free market economy, but with a degree of government regulation to avoid the excesses and inequalities of capitalism. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ തന്നെ മുതലാളിത്തമാണ്, ഗവൺമെൻറ്റിൽ ഇൻ്റർഫിയറൻസ് ഒന്നും കാണില്ല. ബട്ട് റെസ്പോൺസിബിൾ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസം തന്നെയാണ്, പക്ഷേ ഇനീക്വാളിറ്റീസ്, അതായത് സമൂഹത്തിനുള്ളിലെ അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെറിയ തോതിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു ഇക്കോണമിയാണ് റെസ്പോൺസിബിൾ ക്യാപിറ്റലിസം. സെക്കൻഡ് വൺ ഇസ് ടർബോ ക്യാപിറ്റലിസം. It refers to an unregulated form of capitalism with financial deregulation, privatization, and lower tax on high earners. ടർബോ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ റെസ്പോൺസിബിൾ ക്യാപിറ്റലിസത്തിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ്. യാതൊരു റെഗുലേഷനും ഉണ്ടാവാറില്ല. ഒരു ഫിനാൻഷ്യൽ ഡീറെഗുലേഷൻ്റെ പീരീഡാണ്. മൊത്തത്തിലെല്ലാം പ്രൈവറ്റൈസ് ചെയ്ത് അതുപോലെ തന്നെ ഒരുപാട് ഏൺ ചെയ്യുന്നവർ വളരെ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ മാക്സിമം ഈ ഒരു ക്യാപിറ്റലിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ്. നെക്സ്റ്റ് ഇസ് ക്രോണിക് ക്യാപിറ്റലിസം. A term used to refer to the situation where business success is related to strategic influences with the civil servants, politicians and those in authority. ക്രോണിക് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു പരിധി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലിസമാണ്. അതായത് അധികാരത്തിൻ്റെ പവർ പൊസിഷൻസിൻ്റെ ഹൈ റോളിലുള്ളവരുമായിട്ട് ഒരു സ്ട്രാറ്റജിക് റിലേഷൻ വെച്ചുകൊണ്ട് നല്ല രീതിക്ക് അവരുടെ ബിസിനസ് സക്സസ് ആക്കിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ക്രോണിക് ക്യാപിറ്റലിസം. Then state capitalism. Here, it occurs when state-owned industries plays a key role within the market economy. ഈ മാർക്കറ്റ് ഇക്കോണമിയിൽ സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള, അതായത് പബ്ലിക്കായിട്ടുള്ള എൻ്റർപ്രൈസസ് ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റേറ്റ് ക്യാപിറ്റലിസം. നെക്സ്റ്റ് വൺ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, മെർക്കൻ്റലിസം. A nationalist system of initial capitalism that was practiced in the later phase of the 16th century. 16th century later phase-ലെ ഉള്ള ഒരു ടൈപ്പാണ് മെർക്കൻ്റലിസം. It is characterized by the interweaving of national business interest to state interest and imperialism, and subsequently the state apparatus is utilized to improve national business interest abroad. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ബിസിനസ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻട്രസ്റ്റും ഇൻ്റർട്വൈൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. അതായത് സ്റ്റേറ്റ് അപ്പാരറ്റസിനെ ഉപയോഗിച്ചുകൊണ്ട് പുറത്ത് എബ്രോഡിൽ പോലും നല്ല രീതിയിൽ ബിസിനസ്
ടാക്ടിക്സ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അത്തരത്തിലുള്ള ബേസ് ചെയ്തുള്ള ഒന്നാണ് മെർക്കന്റിലിസം. Then the advantages of capitalism. More efficiency. Already I have discussed. ഗവൺമെൻറ് അങ്ങനെ കൺട്രോളൊന്നും ചെയ്യില്ല. ദെൻ പീപ്പിൾ ഹാവ് വൈഡ് വെറൈറ്റീസ് ഓഫ് ചോയ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എഫിഷ്യൻസി കാണും. ലെസ്സർ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഓർ ബ്യൂറോക്രാറ്റിക് ഇൻ്റർഫിയറൻസ്. ബെറ്റർ സ്കോപ്പ് ഫോർ ഇന്നോവേഷൻ ആസ് കമ്പനീസ് ലുക്ക് ടു ഒബ്റ്റെയിൻ എ മേജർ പാർട്ട് ഓഫ് ദ മാർക്കറ്റ് വിത്ത് ദെയർ ഓഫറിങ്സ്. ഒരു ഇന്നോവേഷൻസിന് ഒരുപാട് സാധ്യതയുണ്ട്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എസ്പെഷ്യലി ഇൻ ദ ബിസിനസ് അറേന. ബിക്കോസ് പുതിയ മുതലാളിത്തം എന്ന് പറയുമ്പോഴത്തേക്കും they want to start new enterprises. It discourages any form of discrimination so that trade can take place between two parties without any barriers. Actually, capitalism discourages any form of discrimination. ഒരു ഡിസ്ക്രിമിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് their only motive is profit. അവരുടെ ഒരേ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. Then the disadvantages. Capitalism leads to inequalities in the income. വരുമാനത്തിൽ വ്യത്യാസം വരാറുണ്ട് ക്യാപിറ്റലിസം കാരണം. ദാറ്റ് ഈസ് ഈ ക്യാപിറ്റലിസ്റ്റ് സെക്ഷൻ ഒരുപാട് പൈസ ഉണ്ടാക്കുകയും കഷ്ടപ്പെടുന്ന ലേബറേഴ്സിന് പൈസ ഇല്ലാത്തതുമായിട്ടുള്ള സിറ്റുവേഷൻ പലപ്പോഴും വരാറുണ്ട്. ഇൻ ക്യാപിറ്റലിസം ഫേംസ് ക്യാൻ ഗെറ്റ് മൊണോപ്പൊളി ഓവർ വർക്കേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അത് കൺസ്യൂമേഴ്സിൻ്റെ ആയാലും വർക്കേഴ്സിൻ്റെ മേലായാലും ഒരു മൊണോപ്പൊളി, ഒരു കുത്തക സ്ഥാപിക്കാൻ ഇവർക്കാകാറുണ്ട്. A high profit earning motive of capitalist economy leads to environmental problems. അപ്പോൾ ഈ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ്. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റിന് എന്തെങ്കിലും ഹാം വരുന്നു എന്നുള്ളതിനെ പറ്റി അവർ കൺസേൺഡ് അല്ല. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റ് ഇഷ്യൂസ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. These are the major disadvantages of capitalism. So I have already told you, capitalism എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് സിസ്റ്റം. ഒരു പ്രധാനപ്പെട്ട എക്കണോമിക് സിസ്റ്റമാണ്. ആക്ച്വലി ഇത് മുൻപേ ഉള്ളതാണ്, 16th സെഞ്ച്വറിക്കെല്ലാം മുൻപേ ഉള്ള ഒന്നാണ്. ടൈപ്സ് ഓഫ് ക്യാപിറ്റലിസം, അഡ്വാൻറ്റേജസ് ഓഫ് ക്യാപിറ്റലിസം, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം ഹാവ് ബീൻ ഡിസ്കസ്ഡ്. ഇത്രയും നമ്മൾ ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കേഡഡ് എക്സാംസ്. താങ്ക് യു.